അപ്പം മിസ്റ്റ് നമ്മൾ മാറ്റുന്ന സമയത്ത് നിങ്ങൾ തെറ്റായ രീതിയിൽ ഒരു കാരണവശാലും വണ്ടിയിൽ AC ഉപയോഗിക്കരുത്. നമ്മളുടെ വാഹനത്തിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന നോബാണ്, അതായത് ഹെഡ്ലൈറ്റിന്റെ നോബ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇപ്പോൾ വേനൽക്കാലം മാറി മഴക്കാലം തുടങ്ങിയിരിക്കുകയാണ്. മഴക്കാലത്ത് എങ്ങനെയാണ് ഒരു വാഹനം ഓടിക്കേണ്ടത്, അതുപോലെ മഴക്കാലത്ത് ഒരു കാരണവശാലും ഇങ്ങനെ വണ്ടിയിൽ AC ഉപയോഗിക്കരുത്. വീഡിയോ പ്രയോജനം ചെയ്യും, ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. നമുക്കിപ്പോൾ പുറത്തെ കാഴ്ച വ്യക്തമല്ല, നമ്മളുടെ വാഹനത്തിന്റെ ഉള്ളിൽ ഗ്ലാസ് ഏരിയയിലെല്ലാം തന്നെ മിസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം മിസ്റ്റ് നമ്മൾ മാറ്റുന്ന സമയത്ത് നിങ്ങൾ തെറ്റായ രീതിയിൽ ഒരു കാരണവശാലും വണ്ടിയിൽ AC ഉപയോഗിക്കരുത്. അതായത് നമ്മൾ AC ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മഴക്കാല ഡ്രൈവിംഗിൽ നമ്മളുടെ ഫ്രണ്ട് വിൻഷീൽഡിൽ ഫോം ചെയ്ത മിസ്റ്റിനെ നമുക്ക് മാറ്റി നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വ്യൂ റോഡിൽ ലഭിക്കണം. അതിന് AC ഉപയോഗിക്കുമ്പോൾ ഈ ACയുടെ മോഡ് എന്ന് പറയുന്നത് വാഹനത്തിന്റെ ഉള്ളിലുള്ള എയറിനെ നമ്മൾ എടുത്ത് AC ആക്കുന്ന മോഡാണ്. ഇത് നമ്മൾ മാറ്റിയിട്ട് ഫ്രഷ് എയർ മോഡിലേക്ക് ആക്കുക. അതായത് പുറത്തുനിന്ന് വരുന്ന എയർ നമുക്ക് വാഹനത്തിന്റെ ഉള്ളിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ വാഹനത്തിന്റെ ഗ്ലാസ് എല്ലാം അടച്ചിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. 3-4 പേരുണ്ടെങ്കിൽ നമ്മളുടെ ശ്വാസോച്ഛ്വാസം വാഹനത്തിന്റെ ഉള്ളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരു എയർ വാഹനത്തിന്റെ ഉള്ളിൽ എത്തിക്കാനായിട്ട് ഫ്രഷ് എയർ മോഡിലേക്ക് ആക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇതിന് AC ഉപയോഗിക്കാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഫ്രണ്ട് വിൻഷീൽഡിലേക്ക് AC കിട്ടുന്ന പരുവത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മോഡ് ഇങ്ങോട്ടാക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇതാണ് ACയുടെ ബ്ലോവർ ഫാൻ. നമ്മൾ ഫാൻ ഇടുന്നതാണ്. ഇത് ഫാനിന്റെ സ്പീഡ് 1, 2, 3 എന്ന് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മളിവിടെ പ്രോപ്പറായിട്ട് ആദ്യം ഒരു 1-2 മോഡിലേക്ക് ഇത് ചേഞ്ച് ചെയ്യുക. AC തണുപ്പ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, വാഹനത്തിന്റെ ഉള്ളിൽ ഈ ഏറ്റവും ബ്ലൂ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ കാണിച്ചേക്കുന്ന നല്ല രീതിയിൽ AC കിട്ടുന്ന മോഡാണ്. ഈ ഒരു ഭാഗത്തേക്ക് ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്തിടുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വാഹനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ നമ്മൾ, ഇതാണ് ACയുടെ സ്വിച്ച് എന്ന് പറയുന്നത്, ഈ സ്വിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുകൊണ്ട് ഈ ബ്ലോവർ ഫാനിന്റെ സ്പീഡ് 2 പോയിന്റിലേക്ക് ആക്കുക. ഇപ്പോൾ AC ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ ഇൻഡിക്കേഷൻ ഇവിടെ കാണിച്ചേക്കുന്നത്. ഇപ്പം നമ്മളുടെ AC വർക്കാണ്. ഇനി ഒരു നിശ്ചിത സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മളുടെ വാഹനത്തിന്റെ ഫ്രണ്ട് വിൻഷീൽഡിലെ മിസ്റ്റ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാറിക്കിട്ടും. ഓക്കെ, ഇപ്പൊ ഫ്രണ്ട് വിൻഷീൽഡിലെയും സൈഡ് ഗ്ലാസ് ഏരിയയിലെയും മിസ്റ്റ് കണ്ടോ, നിശ്ചിത സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് മാറി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, വാഹനത്തിൽ ശരിയായ രീതിയിലുള്ള വൈപ്പറിന്റെ ക്രമീകരണം. പല ആൾക്കാർക്കും ഈ വൈപ്പർ നോബില് ഇവിടെ ഓഫ് മോഡ് അറിയാം. ഈ ഓഫ് മോഡിന് ശേഷം INT എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ INT എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? ഇന്റർമിറ്റന്റ് എന്നാണ്. അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ഇന്റർമിറ്റന്റ് മോഡിലേക്ക് നമ്മൾ ഈ വൈപ്പർ മാറ്റിയിട്ട് കഴിഞ്ഞു. ഇപ്പം ഞാൻ ഈ വൈപ്പർ ഇന്റർമിറ്റന്റ് മോഡിലേക്ക് മാറ്റുന്നു. വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്ന് നമ്മളോട് ഫ്രണ്ട് വിൻഷീൽഡ് ഇത് ക്ലീൻ ചെയ്യും. ഇനി ഈ മോഡിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ലോ മോഡാണ്. അതിന് നമ്മൾ വീണ്ടും ഈ നോബ് ജസ്റ്റ് താഴോട്ടൊന്ന് ഇടുക. അപ്പം നമുക്ക് ലോ മോഡിലേക്ക് വരും. ലോ മോഡിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ സ്പീഡിൽ നമ്മളോട് ഫ്രണ്ട് വിൻഷീൽഡ് വൈപ്പ് ആകുന്നു. വീണ്ടും നമ്മൾ ഹൈയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ വിൻഷീൽഡ് വൈപ്പ് ചെയ്യുന്നതിന് സ്പീഡ് കൂടും. അതായത് നമുക്ക് ഹെവി ആയിട്ടുള്ള ഒരു റെയിൻ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് ഈ സ്പീഡിലേക്ക് മാറ്റാം. അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ലോയിലേക്ക് ആക്കുന്നു. വീണ്ടും നമുക്ക് കുറച്ചും കൂടെ സ്പീഡ് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ INT മോഡിലേക്ക് ആക്കുന്നു. വീണ്ടും നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് നേരെ മുകളിലേക്ക് ഇടുന്നു. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്തിട്ട്, അതായത് മുകളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമ്മളോട് ഫ്രണ്ട് വിൻഷീൽഡിലേക്ക് വാഷർ ഫ്ലൂയിഡ് സ്പ്രേ ചെയ്യും. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളുടെ വാഹനത്തിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന നോബാണ്, അതായത് ഹെഡ്ലൈറ്റിന്റെ നോബ്. നമ്മൾ മഴക്കാല ഡ്രൈവിംഗിൽ നമ്മുടെ വണ്ടി എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിടുന്നു. നമുക്ക് റോഡിൽ വെളിച്ചം കുറവുള്ള ഏരിയയാണ്, പ്രത്യേകിച്ച് രാത്രിയോട് അടുക്കുന്ന സാഹചര്യമാണ്, മഴയുള്ള ഏരിയയാണ്. വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പാർക്ക് മോഡിലേക്ക് ആക്കിയിടുക. ഈ നോബ് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടിയുടെ ഫ്രണ്ടിലെയും ബാക്കിലെയും ലൈറ്റുകൾ ജസ്റ്റ് തെളിഞ്ഞു വരും. അങ്ങനെ നമ്മൾ തെളിഞ്ഞു നിൽക്കുന്ന ആ ഒരു മോഡാണ് പാർക്ക് മോഡ്, അതായത് പാർക്കിംഗ് ലൈറ്റുകൾ തെളിയുന്ന മോഡ്. ഇനി വീണ്ടും നമ്മൾ ഈ നോബ് ജസ്റ്റ് ഒന്നുകൂടെ മുന്നിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓൺ ആകും. ഹെഡ്ലൈറ്റ് ഓൺ ആകുന്ന സമയത്ത് നമുക്ക് ഹെഡ്ലൈറ്റിൽ ബ്രൈറ്റും ഡിമ്മും ഉണ്ട്. ബ്രൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഫ്രണ്ട് റോഡ് ഏരിയ എല്ലാം പൂർണ്ണമായിട്ട് കാണാവുന്ന അവസ്ഥയാണ് ബ്രൈറ്റ്. അപ്പോൾ ബ്രൈറ്റ് ഇടുന്ന സമയത്ത് ഇപ്പം ഞാൻ ബ്രൈറ്റ് ഇടുവാണെങ്കിൽ ഈ നോബ് പിടിച്ചിട്ട് നേരെ താഴോട്ട് ഇട്ടാൽ ബ്രൈറ്റ് വരും. ബ്രൈറ്റ് വരുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഇൻഡിക്കേഷൻ വാഹനത്തിൻ്റെ ഉള്ളിൽ വരും.
വരും. അപ്പോൾ എതിരെ മറ്റു വാഹനങ്ങളുള്ള സാഹചര്യങ്ങളിൽ ഒരിക്കലും ബ്രൈറ്റിലിട്ട് ഡ്രൈവ് ചെയ്യരുത്. എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഡിം മോഡിലേക്ക് ചേഞ്ച് ചെയ്യുക, അതായത് ലോ ബീമിലേക്ക്. അതിന് ഈ നോബ് ജസ്റ്റ് മേളിലേക്ക് ഒന്ന് മാറ്റി കഴിയുമ്പോൾ ലോ ബീമിലേക്ക് വരും. ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നതിന് മുന്നേ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകൾ പെട്ടെന്നൊന്ന് പറയാം. ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ വൈപ്പർ ബ്ലേഡ് മഴക്കാലമാകുമ്പോൾ തന്നെ റീപ്ലേസ് ചെയ്ത് പുതിയ വൈപ്പർ ബ്ലേഡിലേക്ക് പോവുക. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങളുടെ വാഹനത്തിൻ്റെ വാഷർ ഫ്ലൂയിഡ് നിങ്ങൾ കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ലിക്വിഡ് മാറ്റി ഒഴിക്കുക. കാരണം നമുക്ക് ഫ്രണ്ട് വിൻഷീൽഡിലെ ഗ്ലാസ് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ടയറിൻ്റെ കണ്ടീഷൻ കുറവുണ്ടെങ്കിൽ പുതിയ ടയർ മേടിച്ചിടുക. ഇല്ലെങ്കിൽ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അക്വ പ്ലേനിങ് അല്ലെങ്കിൽ ജലപാളി പ്രവർത്തനം അല്ലെങ്കിൽ ഹൈഡ്രോ പ്ലേനിങ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം റോഡിൽ നടന്ന് വലിയ ആക്സിഡൻറ്റ് ഉണ്ടാകും. അതെന്താണെന്ന് ചോദിച്ചാൽ, വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് റോഡിൽ വെള്ളത്തിൻ്റെ ഒരു ലെയർ എപ്പോഴും ഉണ്ടാകും. നമ്മളുടെ വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ടയറിൻ്റെയും റോഡിൻ്റെയും ഇടയിൽ വെള്ളത്തിൻ്റെ ഒരു ലെയർ പ്രവർത്തിക്കും. വാഹനത്തിന് സ്പീഡ് കൂടുമ്പോൾ ബ്രേക്ക് ഔട്ടിയാൽ വണ്ടി കിട്ടത്തില്ല, അങ്ങനെ വലിയ അപകടം ഉണ്ടാകും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് പുതിയ ടയർ മേടിക്കുക, സ്പീഡ് കുറച്ച് വണ്ടി ഡ്രൈവ് ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, അതായത് സിഗ്നൽ ലൈറ്റുകളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഒപ്പം തന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ AC-യുടെ സംവിധാനങ്ങളും പ്രോപ്പറായിട്ട് റെഡിയായിട്ട് നിലനിർത്തുക. ഇനി മഴക്കാല ഡ്രൈവിങ്ങിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു കാരണവശാലും തിടുക്കത്തിൽ വണ്ടി ഓടിക്കരുത്. കാരണം മഴക്കാല ഡ്രൈവിങ്ങിൽ ഒരുപാട് പേരുടെ ഡ്രൈവിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്, ഈ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തണം അല്ലെങ്കിൽ ഓഫീസിലെത്തണം, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്താനായിട്ട് നമ്മൾ വണ്ടി നല്ല സ്പീഡിൽ ഓടിക്കുന്ന ഒരു രീതി പലർക്കും തന്നെയുണ്ട്. അതൊരു ഡ്രൈവിംഗ് സൈക്കോളജിയാണ് മഴക്കാല ഡ്രൈവിങ്ങിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതി മാറ്റുക. മഴക്കാലത്ത് ശാന്തമായിട്ട് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മഴക്കാലത്ത് ബ്രേക്ക് ചെയ്ത വണ്ടി കിട്ടാത്ത ഒരു സാഹചര്യം വരും. അപ്പോൾ വാഹനം പതുക്കെ, അതായത് ഒരു നോർമൽ സ്പീഡിൽ നമുക്ക് ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടുന്ന ഒരു പരുവത്തിന് വാഹനം ഡ്രൈവ് ചെയ്യുക. മനസ്സിനെ ശാന്തമാക്കി വണ്ടി ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പരമാവധി നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം എതിരെ വാഹനം ഓടിച്ചു വരുന്ന ആൾക്കാരുടെ സൈക്കോളജി ഇത് തന്നെയാണ്, സ്പീഡിൽ വണ്ടി ഡ്രൈവ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ അടുത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മുന്നിലുള്ള വാഹനവുമായിട്ട് ഒരു നിശ്ചിത അകലം കീപ്പ് ചെയ്തേ മഴക്കാലത്ത് വണ്ടി ഡ്രൈവ് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ സംഭവിക്കുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, മുന്നിൽ പോകുന്ന ഒരു വാഹനം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരുപാട് അടുത്താണ് പോകുന്നതെങ്കിൽ നമ്മുടെ വണ്ടി തെന്നി മുന്നിലുള്ള വാഹനത്തെ ഇടിക്കാനായിട്ടുള്ള സാധ്യതകൾ ഏറ്റവും അധികം ഉണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഹാർഡ് ബ്രേക്കിംഗ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കാരണം എപ്പോഴും റോഡിൽ ഇതുപോലെ വെള്ളത്തിൻ്റെ ഒരു ലെയർ ഉണ്ടാകും. അപ്പം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർ എന്ത് ചെയ്യണം, മഴക്കാലത്ത് സൂക്ഷിച്ച് തന്നെ ബ്രേക്കിനെ യൂസ് ചെയ്യുക. അപ്പോൾ സ്പീഡ് പരമാവധി കൂടാതിരിക്കാൻ നോക്കുക. സൂക്ഷിച്ച് പതിയെ ബ്രേക്ക് കാലെടുത്ത് വെച്ച് പതുക്കെ ചവിട്ടി വണ്ടിയുടെ വേഗത കുറയ്ക്കും. ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് റോഡുകൾ കൂടുന്ന ഏരിയയിൽ നേരെ മുന്നോട്ട് പോകാനായിട്ട് പല ആൾക്കാരും ഹസാർഡ് വാർണിംഗ് ലൈറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് 4 ലൈറ്റുകളും ഒരേ രീതിയിൽ തെളിയുന്നത് നേരെ മുന്നിലേക്ക് പോകാനായിട്ട് ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത്. ഹസാർഡിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് വാഹനത്തെ അറിയിക്കാൻ വേണ്ടി, നമ്മുടെ വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു അപായ സൂചനയായിട്ട് മാത്രമേ നിങ്ങൾ ഹസാർഡ് വാർണിംഗ് ലൈറ്റുകൾ യൂസ് ചെയ്യാവുള്ളൂ. നമുക്ക് ശരിക്കും ഇൻഡിക്കേഷൻ ലെഫ്റ്റും റൈറ്റും മാത്രമേ ഉള്ളൂ. ഇൻഡിക്കേഷൻ നമുക്ക് ലെഫ്റ്റ് തിരിയാനും റൈറ്റ് തിരിയാനും മാത്രമായിട്ടുള്ള ഇൻഡിക്കേഷനേ ഉള്ളൂ. അത് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മഴക്കാല ഡ്രൈവിങ്ങിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, റോഡിലൂടെ നടന്നു പോകുന്ന ആൾക്കാർക്ക് നിങ്ങൾ മുൻഗണന നൽകി ഡ്രൈവ് ചെയ്യണം. കാരണം മഴയുള്ള സമയത്ത് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡിൽ വെള്ളത്തിന് അംശം ഉണ്ടാകും. സൈഡിൽ പോകുന്ന ആൾക്കാരുടെ ദേഹത്ത് തെറിപ്പിച്ചുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഡ്രൈവ് ചെയ്യരുത്. ഒരുപാട് പേര് ഈ മിസ്റ്റേക്കുകൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്യാറുണ്ട്. പല ആൾക്കാരുടെ ദേഹത്ത് വെള്ളം തെറിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നമുക്ക് ആ ഒരു പ്രോബ്ലം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡിൽ നടന്നു പോകണം. എതിരെ ഒരു വാഹനം വരികയോ അല്ലെങ്കിൽ വണ്ടി വരുമ്പോഴോ നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവരും വാഹനം ഓടിക്കുന്നവരും നിർബന്ധമായിട്ടും മഴക്കാലത്ത് ആൾക്കാരുടെ ദേഹത്ത് വെള്ളം തെറിപ്പിക്കാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. അത് നമ്മൾ ഡ്രൈവിംഗ് കാണിക്കുന്ന ഒരു മര്യാദയും നമ്മളുടെ ആൾക്കാരുടെ അടുത്ത് കാണിക്കുന്ന ഒരു മര്യാദയുമാണ്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ വൈപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഞാൻ വൈപ്പറിൻ്റെ ഒരു യൂസ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. പക്ഷേങ്കിൽ നമുക്ക് അനാവശ്യമായിട്ട് വണ്ടിയിൽ വൈപ്പർ യൂസ് ചെയ്യേണ്ടതായിട്ടില്ല. ഇപ്പം ഞാനിതുകൊണ്ട് വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡിൽ ഇപ്പം വെള്ളത്തിൻ്റെ അംശങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വൈപ്പർ ഓഫ് ചെയ്ത് കൊടുത്തേക്കുക.
അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.